Good afternoon. Hi. Good afternoon. കാണാമോ? ഇല്ല. കാണുന്നില്ല. ഇപ്പൊ കാണാമോ? കാണാം. എനിക്ക് കാണാൻ പറ്റണില്ല. കാണാൻ പറ്റണേ? ഇല്ല. കാണാം, എനിക്ക് കാണാം. കണ്ടു. പിന്നെ Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. എല്ലാവരും നല്ല സുന്ദരികളായിട്ടുണ്ടല്ലോ. ഗുഡ് ആഫ്റ്റർനൂൺ. ആ ടീച്ചർ സുന്ദരിയായിട്ടുണ്ടല്ലോ, സൂപ്പർ ആയിട്ടുണ്ട്. ഇല്ല, കാര്യം എപ്പോഴും എടുക്കുന്നതല്ല, അപ്പൊ ചേഞ്ച് ആയിക്കോട്ടെ. റെഡിയാണോ എല്ലാവരും ഒന്ന് കേറിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എല്ലാവരും കുറച്ച് പേര് കേറട്ടെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങളിപ്പോ ഒരു 2 സെലിബ്രേഷൻ കഴിഞ്ഞതിന്റെ നമ്മള് പ്രിപ്പയർ ഒക്കെ ചെയ്തിട്ടുണ്ട് മാം, പക്ഷെ എന്നാലും എത്രത്തോളം അടിപൊളിയാവും അറിയില്ല. ഫസ്റ്റ് ടൈമാണ്. ഒരു പ്രശ്നമില്ല, പറ്റുന്ന പോലെ. ഒരു മിനിറ്റ് കേട്ടോ. റുക്സാന, മൈക്ക് ഓഫ് ആണ്, നീ പറഞ്ഞ കേൾക്കണില്ല. മൈക്ക് ഓഫ് ആയിരുന്നല്ലേ? മിസ്സിന്റെ പേര് അശ്വതി എന്നാണോ പറഞ്ഞാണോ? മറന്നുപോയി. ആതിര മിസ് അല്ലേ? ആതിര അല്ലേ? ദിവ്യയുടെ ഫേസ് കാണാൻ പറ്റുന്നില്ല. ദിവ്യയുടെ വീഡിയോ ഒന്ന് ഓൺ ചെയ്യും. ദിവ്യനെ അന്വേഷിക്കണായിരുന്നു ഓണം മെസ്സേജ് പറയാനായിട്ട്. അഞ്ജുവിനെ കണ്ടായിരുന്നു. അഞ്ജു വന്നായിരുന്നു. ദൈവമേ, അതോടെ പോയി. അഞ്ജു ഐതിഹ്യം പറയാന്ന് പറഞ്ഞത്. അഞ്ജുവിനെ കാണാനില്ല. ഞാൻ വന്നിട്ടുണ്ട്. ചേച്ചിയായിരുന്നല്ലേ? ഞാൻ പേര് വിളിച്ചു. അതുവരെ എത്തിയിട്ടുള്ളൂ അല്ലേ? ഇന്ന് എല്ലാരോടും നേരത്തെ കേറാൻ പറഞ്ഞതായിരുന്നില്ലേ? ഞാൻ 1:15 മുതൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ 1:15 കേറിയിട്ട് അവര് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. അപ്പൊ പിന്നെ ഇറങ്ങിയതാ. എനിക്ക് വെയിറ്റിംഗ് പറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ ക്യാമറ ചെയ്യാൻ പോയിരുന്നു. എന്തായാലും ഒരു മിനിറ്റ് എല്ലാരും സെറ്റ് സാരിയൊക്കെയാണല്ലോ കൊടുത്തേക്കണേ. ഓണം സെലിബ്രേഷൻ അല്ലേ, അപ്പൊ എന്തിനാ കുറക്കണേന്ന് വിചാരിച്ചു. എന്തായാലും നമുക്ക് പുറത്തു പോയി ആഘോഷിക്കാൻ പറ്റൂല. പിന്നെ വീട്ടിലേക്ക് നിൽക്കാലോന്ന് വിചാരിച്ച് വേഗം ഡ്രസ് മാറി ഒരുങ്ങിയിരുന്നു. മീനു ഒക്കെ വന്നായിരുന്നോ? മീനുവിനെ കണ്ടായിരുന്നോ? മീനു, ഡെയ്സി, ഈദു അവരോ? ഈദു എന്തേ? ഈദു നാടൻ പാട്ടൊക്കെ റെഡിയല്ലേ? ആരും ചിരിക്കരുതട്ടാ. അങ്ങനെയൊന്നുമില്ല. കൈയടിച്ച് ആഘോഷിക്കും, ചിരിക്കുകയും ചെയ്യും. നാടൻ പാട്ടല്ലേ? ഡെയ്സി കേറിയിട്ടുണ്ട്. മക്കളുടെ സ്കൂളിലാ. അതെ, അവിടെ ഇരിക്കാണ്. അവിടെ ഭക്ഷണം കഴിച്ചു, ഓണസദ്യയൊക്കെ കഴിച്ചിട്ടിരിക്കണു. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. പ്രയർ ആരാണ്? പ്രയർ
എല്ലാവരും ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തേ. മാം ഞാനാണ് പ്രയർ ചെല്ലുന്നത്. സുജ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പരീക്ഷണത്തിൻ വാൾമുനയേന്തി പടനിലത്തിൽ ഞങ്ങൾ വീഴുമ്പോൾ ഹൃദയക്ഷതിയാൽ രക്തം ചിന്തി മിഴിനീർ പുഴയിൽ താഴുമ്പോൾ താങ്ങായി തണലായി ദിവ്യൗഷധിയായി താതാനാഥാ കരം പിടിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. താങ്ക് യു സുജ, നല്ല പാട്ടാണ്. നന്നായിട്ട് പാടിയ. ഓക്കെ, നെക്സ്റ്റ് തോട്ട് ഓഫ് ദി ഡേ. ഓക്കെ മാം, തോട്ട് ഓഫ് ദി ഡേ ഞാനാണ് പറയുന്നത്. ഹാർഡ് വർക്ക് ക്വാളിറ്റി ബീറ്റ്സ് ടാലന്റ് ദാറ്റ് റിഫ്യൂസ് ടു ഷോ അപ്പ്. അതായത് കഠിനാധ്വാനം എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറൽ സ്കില്ലിൽ നിന്നും വരുന്നതാണ്. നമ്മൾ ശരിയായ പ്രാക്ടീസിലൂടെ മാത്രമേ വിജയത്തിൽ എത്തുന്നുള്ളൂ എന്നുള്ളത്. താങ്ക് യു. നെക്സ്റ്റ് സൈനിങ്. സൈനിങ് ഞാൻ തന്നെ പറഞ്ഞു. ശരി, okay. Good afternoon all. My name is Rosemary Jolie. You're all welcome, respected teachers, to our class. And I'm so happy to see you together. Here I hope the class will be great and successful. I hope you will all enjoy the class. Have a good day. ഓക്കെ, എല്ലാവർക്കും നമ്മുടെ MT24ന്റെ ഓണാഘോഷത്തിലേക്ക് എല്ലാവരും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാണ്. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഓൺലൈനിൽ ഒരു സെലിബ്രേഷൻ? അതെ മാം, ഫസ്റ്റ് ടൈം ആണ്. ആദ്യമായിട്ട് ഇന്നാണ് കാണുന്നത് നേരിട്ട്. എന്റെ ക്ലാസ്സിൽ ആദ്യമായിട്ട് ഇന്ന് കാണുന്നതാണ്. ഒരുപാട് സന്തോഷം. പക്ഷെ ഒരുപാട് പരിചയമുള്ള ആൾക്കാരെ പോലെ കണ്ടത്, എവിടെയൊക്കെയോ കണ്ട പോലെ തോന്നുന്നു. അപ്പൊ ആദ്യത്തെ പ്രോഗ്രാം എന്താണ് നിങ്ങളുടെ? മാം, ഇപ്പം പ്രെയർ കഴിഞ്ഞതിന് ശേഷം ഒരു വെൽക്കം സ്പീച്ച് പോലെയാണ്. ഞാനാണ് വെൽക്കം സ്പീച്ച് പറയുന്നത്. ഓക്കെ, സോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളുടെ ഓണം സെലിബ്രേഷൻ നമ്മൾ ആഘോഷിക്കുകയാണ്. അപ്പൊ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ ഓൺലൈൻ സെലിബ്രേഷൻ ഞാൻ ആഘോഷിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞ ഒരു ന്യൂ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഇന്നത്തെ ഈ ഓണം സെലിബ്രേഷനിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ആതിര മിസ്സിനെയും അതേപോലെ എൻ്റെ സുഹൃത്തുക്കളെയും ഞാൻ ഹൃദയമായിട്ട് വെൽക്കം ചെയ്യുന്നു. എല്ലാവർക്കും ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം. താങ്ക് യു മാം. ഇനി ഒരു അധ്യക്ഷ പ്രസംഗം പോലെ മാമിന് നമ്മളോട് ഒരു ഓണത്തിൻ്റെതായിട്ടുള്ള ഒരു മെസ്സേജ് മാം പറയാം പ്ലീസ്. അധ്യക്ഷ പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു പറയണ്ടേ? നല്ല പണിയായിപ്പോയി അല്ലേ? ഓക്കെ, നമുക്കറിയാം ഓണം എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളുടെ ദേശീയ ഉത്സവമാണ് അല്ലെ? എല്ലാ കേരളീയരും ഒരേപോലെ ആഘോഷിക്കുന്ന അല്ലെ, ജാതിപതമേതമന്യേ എല്ലാവരും ഒരേപോലെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്. ഏകദേശം ഒരു ചിങ്ങം 1 മുതൽ ചിങ്ങം 1 നമ്മുടെ ഓണത്തിനെ വരവേൽക്കാനായിട്ട് നമ്മൾ ഓൾറെഡി മലയാളികൾ പ്രിപ്പയർഡ് ആവുന്ന ഒരു സമയം എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ അത്തം നാൾ മുതൽ ചതയം വരെ 10 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് നമ്മുടെ ഓണം അല്ലെ?
ആ 10 ദിവസം ശരിക്കും പറഞ്ഞ മലയാളികൾക്ക് ഇതൊരു ആഘോഷമാണ് അല്ലെ. നമുക്കൊരു സമ്പൽ സമൃദ്ധി വീടുകളിലേക്ക് മനസ്സുകളിലേക്ക് എത്തിയ ഒരു അനുഭൂതിയാണ് ഉണ്ടാവുന്നത് അല്ലെ. എത്രയൊക്കെ സങ്കടങ്ങൾ ഉണ്ടെങ്കിലും ദുഃഖങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഓണം എങ്ങനെയെങ്കിലും ഒക്കെ ആഘോഷിക്കും. അതാണ് ആ ഒരു പഴഞ്ചൊല്ലല്ലേ, കാണം വിറ്റും ഓണം ഉണ്ടോ എന്ന് പറയുന്നത്. എത്ര ചെറുതാണെങ്കിലും നമ്മള് അന്ന് എന്തെങ്കിലും ഒരു പായസമെങ്കിലും ഉണ്ടാക്കാറില്ല അല്ലെ. കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ഉള്ളതുപോലെ ആഘോഷിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാ മതസ്ഥരും ഒരേപോലെ ആഘോഷിക്കും, ഇഷ്ടപ്പെടണം. ഓണം ആഘോഷിക്കാൻ ഇഷ്ടപ്പെടുന്ന ഓണം മറ്റേത് അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ എല്ലാവരും ധരിച്ചിരിക്കുന്ന പോലെ ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല സെറ്റ് സാരിയെ കുറിക്കാനായിട്ട് പ്രിപ്പയർ ആവാനൊക്കെ ഭയങ്കര സന്തോഷത്തോടെ ചെയ്തവരാണെന്ന് വിചാരിക്കുന്നു അല്ലെ. അപ്പൊ അതൊരു സന്തോഷത്തിന്റെ ഉത്സവം കൂടിയാണ് നമ്മുടെ ഓണം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഓണം ലോകമെമ്പാടും എല്ലാ മലയാളികളും ഇപ്പൊ മലയാളികൾ മാത്രമല്ല ഇപ്പൊ അതിനോടുള്ളവരും നല്ല രീതിയിൽ അത് ആഘോഷിക്കുന്നുണ്ട് അല്ലെ. മറ്റു രാജ്യങ്ങളിലും ഈ ഒരു സെലിബ്രേഷന്റെ ഒരു ഇൻഡെപ്ത് അല്ലെങ്കിൽ അതിന്റെ ഒരു വാല്യൂ കണക്കാക്കിക്കൊണ്ട് ഇപ്പൊ നമ്മുടെ ലോകമെമ്പാടും മലയാളികളുണ്ട് ഇപ്പൊ അല്ലെ. ഇപ്പൊ എല്ലാ രാജ്യത്തിന്റെ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇന്ത്യക്കപ്പുറത്താണെങ്കിലും മലയാളികളുണ്ട്. അവിടെയൊക്കെ ഈ ഓണാഘോഷം അവരവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ഓക്കെ, അപ്പോ ഇങ്ങനെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമുക്കത് ഒത്തുകൂടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് മോണ്ടിസോറി എന്നൊരു എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ അപ്രോച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് ആദ്യം കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ അല്ലെ. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ തുടക്കം മധുരമായി തീരട്ടെ അല്ലെ. സന്തോഷം സമ്പൽ സമൃദ്ധി ആയിട്ടുള്ള ഒരു ആഘോഷമായി മാറട്ടെ. എല്ലാവർക്കും വിജയകരമായിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഇന്നു മുതലേ അങ്ങോട്ട് എല്ലാ സമ്പൽ സമൃദ്ധി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്റെയും സ്മാർട്ട് ശ്രീയുടെ പേരിലും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ തരുന്നു. ഓക്കെ, നമുക്ക് അടുത്തതായിട്ട് നമുക്കൊരു സിംഗിൾ സോങ് ആണ്. അപ്പൊ അതിനായിട്ട് നമ്മുടെ സുഹൃത്തായ ദിൽജയെ ക്ഷണിക്കുന്നു. വെൽക്കം ദിൽജ. നമസ്കാരം. കുറെ കാലത്തിന് ശേഷം ഒരു ഗ്യാപ്പൊക്കെ ആയി പാടുകയാണ്. ഞാനൊരു ഓണപ്പാട്ടാണ് പാടുന്നത്. വീഡിയോ ഒന്ന് ഓൺ ചെയ്ത് ആരാണെന്നൊന്ന് കാണാൻ പറ്റുമല്ലോ? ഒന്ന് എല്ലാവരും മൈക്ക് ഓൺ ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ട്. കുറച്ചു പേരെ നമുക്ക് ഇവിടെ കാണിക്കാൻ പറ്റുള്ളൂ. സ്ക്രീനിൽ കാണിക്കുന്നതിന് പരിമിതിയുണ്ട്. പിന്നെ അൺമ്യൂട്ട് ചെയ്യണം. ഓക്കെ, എല്ലാവരും ക്യാമറ ഓൺ ചെയ്ത് എല്ലാവരെയും കാണാം. സന്തോഷമായോ? എല്ലാവരെയും കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, എന്ത് ഭംഗിയാന്ന് നോക്കി നിങ്ങൾ കാണാൻ, ഇങ്ങനെ രസമുണ്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. പാട്ട് ആരാണ് പാടുന്നത്? സ്റ്റാർട്ട് ചെയ്യും. തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഉത്രാടപ്പൂക്കുന്നിന്നുച്ചിയിൽ പൊൻവേൽ ഇത്തിരി പൊന്നുരുക്കി ഇത്തിരി പൊന്നുരുക്കി കോടി മുണ്ടോടത്തും കൊണ്ടോടി നടക്കുന്നു കോമളോണക്കിളി ഓണക്കിളി ഓണക്കിളി തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി
തിരുമേനിയെഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. താങ്ക് യു. ഓക്കെ ദിൽജ, താങ്ക് യു. താങ്ക് യു ദിൽജ. അടുത്തതായിട്ട് ഓണം ഐതിഹ്യമാണ്. നമുക്കറിയാം ഓണം എന്താണെന്നും എങ്ങനെയാണെന്നും ഒക്കെ. എന്നാലും അത് ഒന്നുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്താനും ഓണത്തിന്റെ ഐതിഹ്യം പറയാനും നമ്മുടെ പ്രിയ കൂട്ടുകാരിയായ അഞ്ജുവിനെ ക്ഷണിക്കുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ. അഞ്ജു. ഞാനാണ് ഐതിഹ്യം പറയണത്. നമസ്കാരം. കേരളത്തിന്റെ ദേശീയോത്സവമായ ഓണത്തിന് പിന്നിൽ മനോഹരമായ ഒരു ഐതിഹ്യമുണ്ട്. പണ്ട് കേരളം ഭരിച്ചിരുന്ന മഹാനായ രാജാവായിരുന്നു മഹാബലി. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് എല്ലാവരും ഒരുപോലെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചിരുന്നു എന്നാണ് വിശ്വാസം. പാവപ്പെട്ടവനെന്നോ പണക്കാരെന്നോ വിശ്വാസമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കണ്ടിരുന്ന രാജാവായിരുന്നു മഹാബലി. മഹാബലിയുടെ പ്രശസ്തി 3 ലോകങ്ങളിലും പരന്നിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ പരീക്ഷിക്കാനായി മഹാവിഷ്ണു ബ്രാഹ്മണനായ വാമനന്റെ രൂപത്തിലെത്തി. വാമനൻ മഹാബലിയോട് 3 അടി മണ്ണ് ദാനമായി ചോദിച്ചു. വാക്ക് നൽകിയ മഹാബലി അത് സമ്മതിച്ചു. വാമനൻ തന്റെ വിശ്വരൂപം പ്രാപിച്ചു. അദ്ദേഹത്തെ ആദ്യത്തെ കാൽ കൊണ്ട് ഭൂമിയും രണ്ടാമത്തെ കാൽ കൊണ്ട് ആകാശവും അളന്നു. മൂന്നാമത്തെ കാൽ വെക്കാൻ സ്ഥലം ഇല്ലാതായപ്പോൾ വാക്ക് തെറ്റിക്കാതിരിക്കാൻ മഹാബലി തന്റെ ശിരസ് തന്നെ സമർപ്പിച്ചു. മഹാബലിയുടെ ത്യാഗത്തിൽ സന്തുഷ്ടിയായ മഹാവിഷ്ണു അദ്ദേഹത്തിന് ഒരു വരം നൽകി. വർഷത്തിൽ ഒരിക്കൽ തന്റെ പ്രിയപ്പെട്ട പ്രജകളെ കാണാൻ ഭൂമിയിലേക്ക് വരാം. മഹാബലി തന്റെ പ്രജകളെ കാണാൻ എത്തുന്ന ആ സ്നേഹത്തിന്റെ ഓർമ്മയാണ് ഓണം. അതുകൊണ്ടാണ് ഓണം ഒരു ആഘോഷം മാത്രമല്ലെന്ന് പറയുന്നത്. ഒരുമയുടെയും സ്നേഹത്തിന്റെയും സമത്വത്തിന്റെയും ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓണം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു. താങ്ക് യു മാം. ഓക്കെ മാം, താങ്ക് യു അഞ്ജു. അടുത്തതായിട്ട് നമുക്കൊരു സിംഗിൾ സോങ് ആണ്. അപ്പൊ അതിനായിട്ട് നമ്മുടെ സുഹൃത്തായ റുക്സാനയെ ക്ഷണിക്കുന്നു. റുക്സാന. അതിനിടയ്ക്ക് ഒരു കോൾ ചെയ്യുന്നു മിസ്. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. ആ പ്രോഗ്രാം ഇല്ലെങ്കിൽ നെക്സ്റ്റ് ആരാന്ന് വെച്ചാൽ ചെയ്തോളൂ കേട്ടോ. നെക്സ്റ്റ് ആരാണ്? ഓക്കെ, കുഴപ്പമില്ല. ആരാണ്? റുക്സാന ഉണ്ടോ? ഉണ്ട്. ആ എന്നാ ചെയ്യ്. ഞാൻ ഇവിടെയൊക്കെ തപ്പുവാണ്, ഇവിടെ ഇരിക്കുകയാണല്ലേ. ചെയ്തോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തുന്നാർക്കുമൊട്ടില്ല താനും. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തുന്നാർക്കുമൊട്ടില്ല താനും. ആദികൾ വ്യാധികളൊന്നുമില്ല, ബലമരണങ്ങൾ കേൾപ്പാനില്ല. 10,000 ആണ്ടിരിപ്പുമുണ്ട്, പത്തായമെല്ലാം നിറവതുണ്ട്. എല്ലാ കൃഷികളും ഒന്നുപോലെ നെല്ലിനു 100 വിളവതുണ്ട്.
ബ്രേക്ക് ആയി പോകുന്നുണ്ടോ? നെറ്റ് കൊണ്ടു തോന്നുന്നു. ഓക്കെ, റോസ്മേരി നെക്സ്റ്റ് പ്രോഗ്രാം ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു റുക്സാന. അപ്പൊ അടുത്തതായിട്ട് നമ്മുടെ വരാനിരിക്കുന്ന ഓണത്തിനായിട്ട് നല്ലൊരു ഓണം മെസ്സേജ് നമുക്ക് പകർന്നു തരുന്നതിനായിട്ട് ദിവ്യയെ ക്ഷണിക്കുന്നു. ഒരു മിനിറ്റ്, റുക്സാനയുടെ പാട്ട് നന്നായിരുന്നു. റുക്സാന ബ്രേക്കായി പോകുന്നുണ്ട്, അതൊക്കെ നിർത്താൻ പറഞ്ഞതാണ്. ഗുഡ് ആഫ്റ്റർനൂൺ മാം. എൻ്റെ പേര് ദിവ്യ. ഓണം എന്നത് പൂക്കളവും സദ്യയും പുതുവസ്ത്രങ്ങളും മാത്രം നിറഞ്ഞ ആഘോഷമല്ല. നമ്മളെല്ലാവരെയും ഒരുമിപ്പിക്കുന്ന സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സമത്വത്തിന്റെയും ആഘോഷമാണ് ഓണം. തിരക്കുകൾക്കിടയിൽ കുടുംബത്തോടൊപ്പം ചേരാനും പിണക്കങ്ങൾ മറന്ന് സ്നേഹം പങ്കിടാനും മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നമ്മുടെ സന്തോഷം കണ്ടെത്താനും ഓണം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജാതിയും മതവും സമ്പത്തും വ്യത്യാസങ്ങളും മറന്ന് നമ്മൾ മലയാളികൾ എന്ന ഒരുമയുടെ മനസ്സാണ് ഓണം നമ്മൾക്ക് നൽകുന്നത്. ആ ഒരുമയും സ്നേഹവും എന്നും എല്ലാവരുടെയും ജീവിതത്തിൽ നിലനിൽക്കട്ടെ. ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹാപ്പി ഓണം ദിവ്യ. താങ്ക് യു. താങ്ക് യു ദിവ്യ. ഹാപ്പി ഓണം ഓൾ. അടുത്തായിട്ട് ഈ ഓണം സെലിബ്രേഷൻ കൂടുതൽ എനർജി പകരാനായിട്ട് നമുക്കൊരു നാടൻ പാട്ട് കേൾക്കാം. ഈ നാടൻ പാട്ട് പാടാനായിട്ട് നമ്മുടെ സുഹൃത്തുക്കളായ മീനു, ഡെയ്സി, നീതു എന്നിവരെ ക്ഷണിക്കുന്നു. വെൽക്കം. ഗുഡ് ആഫ്റ്റർനൂൺ മാം. Good afternoon, ma'am. ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. റെഡി? 1 2 3 സ്റ്റാർട്ട്. കൈതോല പായ വിരിച്ച് പായയിലൊരു പറ നെല്ലും വളർന്ന് കാതുകുത്താനെപ്പ വരും എന്റെ മാവന്മാര് പൊന്നോ. കാതുകുത്താനെപ്പ വരും എന്റെ മാവന്മാര് പൊന്നോ. ആ ഏ ഓ ആ ഏ ഓ. മുന്നത്തങ്ങാടി ഷാപ്പിലും കേറി പള്ളനിറയോളം കള്ളും കുടിച്ച്. മുന്നത്തങ്ങാടി ഷാപ്പിലും കേറി പള്ളനിറയോളം കള്ളും കുടിച്ച്. ആടി ആടിയപ്പ വരും എന്റെ മവന്മാര് പൊന്നോ. ആടി ആടിയപ്പ വരും എന്റെ മവന്മാര് പൊന്നോ. ആ ഏ ഓ ആ ഏ ഓ. കൈതോല പായ വിരിച്ച് പായയിലൊരു പറ നെല്ലും വളർന്ന് കാതുകുത്താനെപ്പ വരും എന്റെ മാവന്മാര് പൊന്നോ. കാതുകുത്താനെപ്പ വരും എന്റെ മാവന്മാര് പൊന്നോ. ആ ഏ ഓ ആ ഏ ഓ. താരക പെണ്ണാളെ മുമ്പേ കരിഞ്ഞാലും കോര പറിച്ചാട്ടെ. താരക പെണ്ണാളെ കതിരാളും മിഴിയാളെ തമ്പുരാനെത്തിടും മുമ്പേ കരിഞ്ഞാട്ടെ. തകതീനാരോ തകതീനന്തകതീനാരോ താതീനന്തക തകതീനന്തക തകതീനന്തകതീനാരോ താതീനന്തകതീനാരോ തകതീനന്തകതീനാരോ താതീനന്തക തകതീനന്തക തകതീനന്തകതീനാരോ. മരുത്തന്റെ ഒപ്പം ഒളിച്ചു ചാടിയ തങ്കമ്മേ പരക്കമ്മോട് തങ്കമ്മേ. മരുത്തന്റെ ഒപ്പം ഒളിച്ചു ചാടിയ തങ്കമ്മേ പരക്കമ്മോട് തങ്കമ്മേ. ആണിന്റെ മാനം കാക്കണതാരടി തങ്കമ്മേ. വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കമ്മേ. ആണിന്റെ മാനം കാക്കണതാരടി തങ്കമ്മേ. വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കമ്മേ. മരുത്തന്റെ ഒപ്പം ഒളിച്ചു ചാടിയ തങ്കമ്മേ. എന്റെ പരക്കമ്മച്ചിലൊട്ടുമില്ലടി തങ്കമ്മേ. ഓക്കെ, താങ്ക് യു. ഓണത്തിന് ഓണം നാടൻ പാട്ടില്ലാതെ ഒരു ഓണം ഉണ്ടാവില്ലേ അല്ലെ? ഓക്കെ, നന്നായിരുന്നു കേട്ടോ. ആരൊക്കെ നിങ്ങൾ ഇന്ന് രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നോ?
ഞങ്ങളുടെ രണ്ടുപേരുടെ വീട് അടുത്താണ്. പിന്നെ കുട്ടികളുടെ സ്കൂളിലെ പരിപാടിയാണ്, അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്നതാ. ആണോ? കുട്ടികളും ക്ലാസ്മേറ്റ്സ് ആണോ? അതെ അതെ. ക്ലാസ്മേറ്റ്സ്, നല്ലതായിരുന്നു. ഓക്കെ, പേരെന്താണ് രണ്ടുപേരുടെ? എന്റെ പേര് മീനു. എന്റെ പേര് നീതു. ഡെയ്സിയുടെ വീട് അടുത്ത് തന്നെയാണ്. ഡെയ്സിയുടെ മക്കൾ വേറെ സ്കൂളിലാണ് പഠിക്കണേ. അതുകൊണ്ട് കൊണ്ടുവന്നില്ല നിങ്ങള്. എന്റെ ഡെയ്സി ഇങ്ങോട്ട് വന്നില്ല. ഓക്കെ, ശരി, താങ്ക് യു. നെക്സ്റ്റ് താങ്ക് യു. നെക്സ്റ്റ് നമ്മുടെ ഗ്രൂപ്പ് സോങ് ആണ് മാം. നമ്മൾ ഒരു ദിവസം കൊണ്ട് പഠിച്ചെടുത്ത ഗ്രൂപ്പ് സോങ് ആണ്. അപ്പൊ ഗ്രൂപ്പ് സോങ് പാടുന്നതിനായിട്ട് മീനു, റുക്സാന, പ്രവീണ, ജിജി, ശരണ്യ, സ്നേഹ, റിയ എന്നിവരെ ക്ഷണിക്കുന്നു. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. റെഡി? 1, 2, 3 സ്റ്റാർട്ട്. പൊന്നോണമായി നീ വരൂ പൊന്നോണമായി നീ വരൂ പൊന്നോണി ഈ പൂവിളി മോഹം പൊന്നിൻ കൊട്ടായി മാറ്റും പൂവായി നീ വരും പാകം പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണി. ഓക്കെ, നിങ്ങള് ഒരു ദിവസമല്ലേ സമയം കിട്ടിയോളൂ നിങ്ങൾക്ക് ഇതിനൊക്കെ അല്ലെ? നന്നായിരുന്നു കേട്ടോ. ഓൺലൈനിലൂടെ നമുക്ക് എല്ലാ പരിമിതികളും നമുക്ക് ഉണ്ടായിരിക്കും, അതൊക്കെ മറികടന്ന് നമുക്ക് ചെയ്തേ പറ്റും കേട്ടോ. പലരും പല സ്ഥലത്താണ്, റേഞ്ച് ഇഷ്യൂ ഒക്കെ ഉണ്ടാവുന്നാലും സാരില്ല കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? ഓക്കെ, താങ്ക് യു. അടുത്തതായിട്ടൊരു സിംഗിൾ സോങ് ആണ് മാം. അതിനായിട്ട് സുജയെ ക്ഷണിക്കുന്നു. സുജ. ഉത്രാടപ്പൂനിലാവേ വാ, മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ വാ, ഉത്രാടപ്പൂനിലാവേ വാ. കൊണ്ടൽ വഞ്ചി മിഥുനക്കാറ്റ് കൊണ്ടുവന്ന മുത്താരങ്ങൾ, കൊണ്ടൽ വഞ്ചി മിഥുനക്കാറ്റ് കൊണ്ടുവന്ന മുത്താരങ്ങൾ, മണിച്ചിങ്ങും മാലയാക്കി അണിഞ്ഞുവല്ലോ പുലരുന്ന പൊന്നോണത്തെ പുകഴ്ത്തുന്ന പൂവനങ്ങൾ പുതയ്ക്കും പൊന്നോടയായി നീ വാ ഉത്രാടപ്പൂനിലാവേ വാ. തിരുവോണത്തിൻ കോടിയൊടുക്കാൻ കൊതിക്കുന്നു തെരുവിൻ മക്കൾ, തിരുവോണത്തിൻ കോടിയൊടുക്കാൻ കൊതിക്കുന്നു തെരുവിൻ മക്കൾ. അവർക്കില്ല പൂമുറ്റങ്ങൾ പൂനിരത്തുവാൻ,
വയറിന്റെ രാഗം കേട്ട് മയങ്ങുന്ന വാമനന്മാർ അവർക്കോടത്തോടെയുമായി വാ 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 ഉത്രാടപ്പൂ നിലാവേ വാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ 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 ഉത്രാടപ്പൂ നിലാവേ വാ. താങ്ക് യു. സുജ നമ്മുടെ ക്ലാസ്സിൽ ഒരു വാനമ്പാടിയാണല്ലേ പോലെ. അങ്ങനൊന്നും ഇല്ല കേട്ടോ. പാട്ട് കോൺവൊക്കേഷൻ നന്നായിട്ടും കോൺവൊക്കേഷൻ ഒരു നല്ല പാട്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ. കരോക്കെ കുറിച്ച് നമുക്ക് പാടാം. ഓക്കെ ഇവിടെ എല്ലാവരും എൻജോയ് ആയിരുന്നു പാട്ട് കേട്ടിട്ട്. പാട്ട് പഠിക്കുന്നുണ്ടോ? ഞങ്ങള് ഇല്ല പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നില്ല, ഭയങ്കര അഡിക്റ്റാ പാട്ട്. എല്ലാവരും അതെ, പാട്ട് ഇഷ്ടമല്ലാത്ത ആരാണല്ലോ ഉള്ളത്? അതെ അതെ എല്ലാവർക്കും ഇഷ്ടം. ഓക്കെ, നെക്സ്റ്റ് എന്താണോ? ഓക്കെ, താങ്ക് യു സുജ. സുജ വളരെ നന്നായിട്ട് പാടി. താങ്ക് യു. ഇതിനൊരു അവസരം തന്നതിന്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഓണസദ്യയെ പറ്റിയാണ്. നമുക്ക് ഓണസദ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാല്ലേ. ഓണം എന്ന് കേൾക്കുമ്പോഴത്തേനും ആദ്യം എന്റെ മനസ്സിൽ ഓണക്കോടിയും സദ്യയാണ് ആദ്യം വരുന്നത്. അപ്പൊ നമുക്ക് സദ്യയെ പറ്റി നമുക്ക് ചെറിയൊരു വിശദീകരണം തരാനായിട്ട് നമ്മുടെ ആര്യയെ ഞാൻ ക്ഷണിക്കുന്നു. ആര്യ പ്ലീസ്. ഓണാഘോഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണങ്ങളിൽ ഒന്നാണ് വിഭവസമൃദ്ധമായ ഓണസദ്യ. കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന പഴഞ്ചൊല്ല് തന്നെ മലയാളികളുടെ ജീവിതത്തിൽ സദ്യക്കുള്ള പ്രാധാന്യത്തെ വ്യക്തമാക്കുന്നു. സമ്പന്നതയുടെയും ഐശ്വര്യത്തെയും ഒത്തൊരുമയുടെയും പ്രതീകമാണ് വാഴയിൽ വിളമ്പുന്ന ഓണസദ്യ. സദ്യ എപ്പോഴും പച്ച വാഴയിലാണ് വിളമ്പുന്നത്. ഇലയുടെ അറ്റം കഴിക്കുന്നവരുടെ ഇടത് വശത്ത് വരും വിധമാണ് ഇല ഇടുന്നത്. കൂട്ടുന്ന കറികൾ ഇലയുടെ മുകൾ ഭാഗത്തും ചോറും കറികളും താഴ്ഭാഗത്തും വിളമ്പുന്നു. മധുരം, പുളി, എരിവ്, ഉപ്പ്, കയ്പ്, കവർപ്പ് എന്നീ 6 രസങ്ങൾ അടങ്ങിയതാണ് സമ്പൂർണമായ ഓണസദ്യ. കൂട്ടുകറികൾ ഉപ്പിലിട്ടത്, ഇഞ്ചിക്കറി, പപ്പടം, ചക്കരവട്ടി, കായ് വറുത്തത്, അവിയൽ, തോരൻ, ഓലൻ, കാളൻ, കൂട്ടുകറി, പച്ചടി, കിച്ചടി. ഒഴിച്ചുകറികൾ ചോറിനൊപ്പം ആദ്യത്തെ ഗഡുവായി പരിപ്പും നെയ്യും, തുടർന്ന് സാമ്പാർ, കാളൻ, പുളിശ്ശേരി, രസം എന്നിവ വിളമ്പുന്നു. അവസാനമായി അടപ്രഥമൻ, പാലട, പരിപ്പ് പായസം തുടങ്ങിയ വിവിധതരം പായസങ്ങൾ വിളമ്പുന്നു. സദ്യ കേവലം ഭക്ഷണ നിർമ്മിതി മാത്രമല്ല, കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് അധ്വാനിച്ച് സ്നേഹത്തോടെ വെച്ച് വിളമ്പി ഒരുമിച്ച് കഴിക്കുന്ന കൂട്ടായ്മയുടെ അനുഭവം മാത്രമാണ്. ഓക്കെ ആര്യ, നല്ല സദ്യ. നിങ്ങൾ ഉച്ചയ്ക്ക് എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടാണോ ക്ലാസ്സിൽ കയറിയിരിക്കുന്നത്? ഇല്ല മാം, ഇതൊക്കെ ഇട്ട് വരുമ്പോഴത്തേനും കഴിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് വേണം കഴിക്കാൻ. അത് കഴിഞ്ഞിട്ട് കഴിക്കാം. ഓക്കെ, നന്നായിരുന്നു ആര്യ. നെക്സ്റ്റ് എന്താണ്? ഓക്കെ, താങ്ക് യു ആര്യ. അടുത്തത് നമുക്കൊരു സോങ് ആണ്. അതിനായിട്ട് നമ്മുടെ ഫ്രണ്ടായ സോണിയെ ക്ഷണിക്കുന്നു. സോണിയോ സോണി. സോണി കേൾക്കുന്നുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. നമുക്ക് ഓണം കലകളും ഓണം ആഘോഷിക്കുമ്പോഴത്തേനും ഒത്തിരി ഓണക്കളികളും ഓണക്കലാരൂപങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അതിന് നമ്മൾ പങ്കെടുക്കാറുണ്ട് അല്ലെ. ഇപ്പം തിരുവാതിര കളി ആയാലും പുലിക്കളി, വള്ളംകളിയൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഇതിന്റെ പഴഞ്ചൊല്ലുകൾ ഇപ്പം മിസ് തുടക്കത്തിൽ പറഞ്ഞു, ഓണത്തിനത്തെ പഴഞ്ചൊല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പൊ ഇതിനെപ്പറ്റി ചെറുതായിട്ട് നമ്മളോടൊന്ന് പങ്കുവയ്ക്കാനായിട്ട് നമ്മുടെ സുഹൃത്തായ രേഷ്മയെ ഞാൻ ക്ഷണിക്കുന്നു. രേഷ്മ. ഹലോ മാം. ഹലോ. ഓണക്കളികളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് നിന്ന് പോകുന്നത് ഈ ഓണക്കളികളാണ്. അതായത് ഓണസദ്യ, അത്തം എല്ലാം നമ്മുടെ കുട്ടികൾക്ക് നമുക്കും എല്ലാം അറിയായിരിക്കും. പക്ഷെ ഓണക്കളികളാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കാണാൻ കഴിയാത്തത്. കേരളീയരുടെ കാർഷിക സംസ്കാരവും ആഘോഷവും ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് ഈ നമ്മുടെ ഈ ഓണക്കാലം. സദ്യയും പൂക്കളവും പോലെ തന്നെ ഓണത്തിന് മാറ്റുകൂട്ടുന്നതാണ് പരമ്പരാഗത ഓണക്കളികളും നാടൻ കലാരൂപങ്ങളും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പുലികളി. ദേഹമാസകലം പുലിയുടെ വരകളും രൂപങ്ങളും ചിത്രീകരിച്ച് ചെണ്ടമേളത്തിനെ അനുസരിച്ച് ചുവട് വെക്കുന്ന വിഖ്യാതമായ ഒരു
ഓണക്കലയാണ് പുലിക്കളി. തിരുവാതിരക്കളി. സ്ത്രീകൾ നിലവിളക്കിന് ചുറ്റും വട്ടത്തിൽ കൈകൊട്ടി പാട്ടി നൃത്തം ചെയ്യുന്ന കേരളത്തിന്റെ തനത് ലാസ്യ നൃത്തമാണ് തിരുവാതിരക്കളി. ഓണപ്പൊട്ടൻ. ഉത്തര കേരളത്തിൽ ഓണക്കാലത്ത് വീടുകൾ തോറും കയറി അനുഗ്രഹം ചെയ്യുന്ന ഒരു അനുഷ്ഠാന കഥാപാത്രമാണ് ഓണപ്പൊട്ടൻ. കുമ്മിട്ടിക്കളി. മുഖംമൂടികൾ അണിഞ്ഞ് വേഷം കെട്ടി ഗ്രാമങ്ങളിൽ ആഹ്ലാദം പരത്തുന്ന മറ്റൊരു നാടൻ കലാരൂപമാണ് കുമ്മിട്ടിക്കളി എന്ന് പറയുന്നത്. ഓണത്തല്ല്. മൽപ്പിടുത്തത്തിന്റെ മാതൃകയിലുള്ള ഒരു പഴയകാല കായിക വിനോദമാണ് ഓണത്തല്ല്. ഉറിയടി. ഉയരത്തിൽ കെട്ടിയ ഉറി കമ്പ് കൊണ്ട് തകർക്കുന്നൊരു വിനോദമാണ് ഉറിയടി. വടംവലി. ആവേശം നിറയ്ക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഈ വടംവലി എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും നമുക്ക് ഉത്സാഹം കണ്ടെത്താൻ പറ്റുന്ന മറ്റൊരു ഓണക്കളിയാണ് വള്ളംകളി എന്ന് പറയുന്നത്. ആറന്മുള ഉത്രാടം വള്ളംകളിയും പുന്നമടക്കായലിൽ നെഹ്റു ട്രോഫിയും എല്ലാം ഓണക്കാലത്തെ ആവേശകരമായ ഒരു കലയാണ്. പിന്നെ അവസാനമായി പറയുന്ന കുംഭക്കളി, അതായത് തുമ്പിതുള്ളൽ എന്ന് പറയും. നാട്ടിൻപുറങ്ങളിലെ പെൺകുട്ടികളും സ്ത്രീകളും ചേർന്ന് അവതരിപ്പിക്കുന്ന പരമ്പരാഗതമായ ഒരു ഓണ വിനോദമാണ് ഈ തുമ്പിതുള്ളൽ എന്ന് പറയുന്നത്. കഴിഞ്ഞോ? കഴിഞ്ഞു. കഴിഞ്ഞു. ഈ കളികളൊക്കെ പറഞ്ഞപ്പോ നമ്മൾ പഴയ കാലഘട്ടത്തിലൊക്കെ പോയ പോലെ തോന്നി അല്ലെ? ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് തോന്നി. നന്നായിരുന്നു രേഷ്മ. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ട് പ്രോഗ്രാം ചെയ്യണേന്റെ ആ ഒരു ഇതൊന്നും നിങ്ങൾക്കില്ല കേട്ടോ. അങ്ങനത്തെ ഒരു കുഴപ്പമേ ഇല്ല. പേടിയില്ലാതെ അവതരിപ്പിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ്. മ്യൂട്ടാണ്. യെസ് മാം, താങ്ക് യു രേഷ്മ. അടുത്തായിട്ട് നമുക്ക് ഒരു ലളിത ഗാനമാണ്. ലളിത ഗാനം പാടാനായിട്ട് നമ്മുടെ തുഷാര ബിന്ദു ചേച്ചിയെ ക്ഷണിക്കുന്നു. തുഷാര. സൂര്യോദയം ചിത്രവർണ്ണാങ്കിത രമ്യോദയം തിരുവോണ സൂര്യോദയം ചിത്രവർണ്ണാങ്കിത രമ്യോദയം മാവേലി മന്നന്റെ തിരുവരവേൽപ്പിന് മലയാളമൊരുങ്ങുന്ന ദിവ്യോദയം ചിങ്ങത്തിരുവോണ സൂര്യോദയം ചിത്രവർണ്ണാം ഗീത രമ്യോദയം തിരുമേനി എഴുന്നള്ളുമി സുപ്രഭാതത്തിൽ തിരുമുറ്റത്തായിരം പൂക്കളങ്ങൾ തിരുമേനി എഴുന്നള്ളുമി സുപ്രഭാതത്തിൽ തിരുമുറ്റത്തായിരം പൂക്കളങ്ങൾ വരവന്നിനികൾ മലയാളമംഗതൻ വളയിട്ട കൈകളാൽ ഒരുക്കുമ്പോൾ വരവന്നിനികൾ മലയാളമംഗതൻ വളയിട്ട കൈകളാൽ ഒരുക്കുമ്പോൾ ഇതുവരെ ഇല്ലാത്തൊരു ആനന്ദ നിർവൃതിയിൽ ഹൃദയം കുളിരല ചൂടും ഇതുവരെ ഇല്ലാത്തൊരു ആനന്ദ നിർവൃതി ഹൃദയം കുളിരല ചൂടും ചിങ്ങത്തിരുവോണ സൂര്യോദയം ചിത്രവർണ്ണാം ഗീത രമ്യോദയം
തളിരോടു തളർ ചൂടുമേ പുണ്യവേളയിൽ തളിരോടു തളർ ചൂടുമേ പുണ്യവേളയിൽ തൃപ്പൂക്കളങ്ങൾക്കു ചുറ്റും മാതകവാണികൾ മതഭരിതാംഗികൾ മധുമയ ലാസ്യങ്ങൾ നടത്തുമ്പോൾ മാതകവാണികൾ മതഭരിതാംഗികൾ മധുമയ ലാസ്യങ്ങൾ നടത്തുമ്പോൾ ഇതുവരെ ഇല്ലാത്ത ആനന്ദ നിർവൃതിയിൽ ഹൃദയം ചൂടും ഇതുവരെ ഇല്ലാത്ത ആനന്ദ നിർവൃതിയിൽ ഹൃദയം കുളിരല ചൂടും ചിങ്ങത്തിരുവോണ സൂര്യോദയം ചിത്രവർണ്ണാം ഗീതരമ്യോദയം മാവേലി മന്നന്റെ തിരുവരവേൽപ്പിന് മലയാളമൊരുങ്ങുന്ന ദിവ്യോദയം ചിങ്ങത്തിരുവോണ സൂര്യോദയം ചിത്രവർണ്ണാം ഗീതരമ്യോദയം. ഓക്കെ, താങ്ക് യു. കുറെ നാളുകളായി ഒരു ലളിതഗാനം കേട്ടിട്ടല്ലേ? അന്യം നിന്ന് പോകുന്ന ഒരു കാര്യങ്ങളാണ് അതൊക്കെ, ലളിതഗാനമൊക്കെ. പണ്ട് ചിത്ര ചേച്ചി പാടിയിരുന്നത് കേട്ടിട്ടുണ്ട് അല്ലെ? പണ്ട് ദൂരദർശനിലാണ് ഏറ്റവും കൂടുതൽ ലളിതഗാനങ്ങൾ കേട്ടത്. ഇപ്പൊ അതൊന്നും കേൾക്കാനേ ഇല്ല. കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് പ്രോഗ്രാംസിനൊക്കെ, കലോത്സവങ്ങളൊക്കെ, പക്ഷെ എന്നാൽ പോലും കേൾക്കാറില്ല. താങ്ക് യു സോ മച്ച് കേട്ടോ, ഒരു കാലഘട്ടത്തിലോട്ട് കൊണ്ടുപോയതിന്. നെക്സ്റ്റ് എന്താണ് റോസ്മിനി? മാം, ഇത്രയുമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നന്നായിട്ടുണ്ട്. ഇത്ര നിങ്ങളെ പറ്റാവുന്ന ഇത്ര കേൾക്കും. കുറച്ചുകൂടി സമയം തന്നെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കാറ്. അതെ അതെ അതെ, ഒരു ദിവസം കൊണ്ടാണ് നമുക്ക് ഇത്രയെങ്കിലും ഒപ്പിക്കാൻ പറ്റുന്നത്. ഇനി വരുന്നത് ഇനി ക്രിസ്മസ് ഉണ്ട്, ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ട്. അത് നമുക്ക് നന്നായിട്ട് അടിച്ചു പിടിക്കണം കേട്ടോ. അത് സെലിബ്രേഷൻസ് നമ്മളിവിടെ സ്മാർട്ട്സ് ഡേ ആഘോഷിക്കും. ആഘോഷങ്ങൾ ആഘോഷിക്കാനുള്ളതാണ് അല്ലെ? എത്ര നാൾ നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നാളത്തേക്ക് വെച്ചാൽ അത് നാളെ എന്തെങ്കിലും ഒരു ദിവസം ഭൂമിയിൽ നിന്ന് പോകാനുള്ള, അപ്പൊ മാക്സിമം സന്തോഷിച്ച് പോകാനായിട്ട് ശ്രമിക്കാം. ചെറിയ ചെറിയ സന്തോഷം പാടാനോ പാടാം. ആദ്യം ഒരു നല്ലൊരു സദ്യ തന്നിട്ട് നമുക്ക് പാടാം. നിനക്ക് സദ്യ കഴിക്കാൻ ഇഷ്ടമല്ലേ എല്ലാവർക്കും? മക്കളെ കൊണ്ടുവരാൻ ഞാൻ പോയിക്കോട്ടെ. താങ്ക് യു തിരിച്ച. നല്ല പാട്ടായിരുന്നു കേട്ടോ തിരിച്ചയുടെ. ഒരു ഗ്യാപ്പ് ഒന്നും ഫീൽ ചെയ്തില്ല. കുറെ വർഷമായി പറഞ്ഞ് പാടിയത്. എന്നാലും നല്ലതാണ് കേട്ടോ. കുറെ പാട്ടുകാരും കലാകാരികളും ഉണ്ടെന്ന് പറഞ്ഞ നല്ല കാര്യം. സദ്യ ഇഷ്ടമാണ്. അപ്പൊ സ്മാർട്ട് സ്ട്രീയുടെ വലിയൊരു സന്തോഷകരമായ ഒരു സദ്യ വിളമ്പിയാലോ നമുക്ക്? എങ്ങനെയാണ് സദ്യ? ഇത്ര വലിയ കാര്യങ്ങളൊന്നുമില്ല, എന്നാൽ പോലും ഒരു സദ്യ കഴിച്ച അനുഭൂതി കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നല്ല കൊരിച്ചൊരിയുന്ന മഴയാണെന്ന് വിചാരിക്കാം. ഓണമായിട്ടും മഴയാണെന്ന് വിചാരിക്കാം കേട്ടോ. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല തൂഷനില വെട്ടി നമ്മള് ഒരു പായൊക്കെ വിരിച്ച് തൊട്ട് മുൻപില് തൂഷനില വിരിച്ചിട്ടിരിക്കുകയാണ്. ഓക്കെ, തൂഷനില അറ്റത്തായിട്ട് നമ്മുടെ മധുരമുള്ള പലഹാരങ്ങൾ, അതായത് ശർക്കര വരട്ടി, പേരി അല്ലെ, കായുപ്പേരിയൊക്കെ വെച്ചു. തൊട്ടടുത്ത് കുറച്ച് ഉപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കട്ട കളറിലെ മഞ്ഞ പുളച്ചിരിക്കുന്ന നല്ലൊരു അവിയല്, ഓലെ, കാളൻ, ഇതെല്ലാം അടുപ്പിച്ച് നമ്മളിങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പിന്നെ അച്ചാറുകൾ, പല കൂട്ടം അച്ചാറുകൾ, നാരങ്ങ അച്ചാറ്, നല്ല കടുമാങ്ങ അച്ചാറ്, നല്ല എണ്ണ മുൻപിൽ നിൽക്കുന്ന അച്ചാറ് കണ്ടിട്ടില്ലേ നിങ്ങൾ? മാങ്ങ, കടുമാങ്ങ കണ്ടിട്ടില്ലേ? നല്ല ചുമന്ന കളറിൽ വയറ് വെള്ളം തോന്നുന്ന തരത്തിലുള്ള അച്ചാറ്, നാരങ്ങ അച്ചാറ്, വഴുതപ്പുളി അച്ചാറ്,
പിന്നെ നല്ല ഇഞ്ചിപ്പുളി. ഇഞ്ചിപ്പുളി ഇഷ്ടമാണോ? ഇഞ്ചിപ്പുളി ഇഷ്ടമാണ്. ഇഞ്ചിപ്പുളി. ഓക്കെ, ഇതെല്ലാം നമ്മൾ ഒരു സൈഡിൽ വിളമ്പി കഴിഞ്ഞു. പിന്നെ കാലൻ, ഓളൻ, പിന്നെ എന്താണ് പല പല കൂട്ടുകറികള്, അതെല്ലാം നമ്മളുടെ ഇലയുടെ ആദ്യ ഭാഗത്ത് നമ്മൾ വിളമ്പി കഴിഞ്ഞു. ഇനി നമ്മുടെ നടുമുറ്റത്ത്, ഇലയുടെ നടുമുറ്റം എന്ന് പറയുന്ന ഭാഗത്ത് നല്ല തുമ്പപ്പ് പോലുള്ള നല്ല ചോറ് അല്ലെ, നല്ല വെളുത്ത് തുളുത്തിരിക്കുന്ന ചോറ്, നല്ല ആവി വറുക്കുന്ന രീതിയിൽ വിളമ്പി ആവി മുകളിലേക്ക് അടിക്കുകയാണ് അല്ലെ. അതിന് മുകളിലായിട്ട് നമ്മൾ എന്താണ് ആദ്യം വിളമ്പുന്നത്? നല്ല പരിപ്പാണ് നമ്മുടെ ഇവിടേക്ക് ആദ്യം അങ്ങനെ വിളമ്പുന്നത് കേട്ടോ. നല്ല പരിപ്പ് ഒഴിച്ചു. അതിന് മുകളിലായിട്ട് എന്താണ് വളവളാന്ന് കഷ്ണങ്ങളൊക്കെ തിളച്ചെടുക്കുന്ന ഒരു സാമ്പാർ, നല്ല മണം വരുന്ന, നല്ല കായപ്പൊടിയുടെ ഒക്കെ മണം വരുന്ന നല്ല സാമ്പാർ അതൊഴിച്ചു. ഇനി അടുത്ത 2 ഗ്ലാസ്സിലായിട്ട് നമ്മൾ കുറച്ച് തൈര് അല്ലെ, അല്ലെങ്കിൽ നമ്മൾ മോരെന്ന് പറയും, ഇവിടെ മോരെന്ന് പറയുന്നത് വേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളി ഉള്ളിയൊക്കെ ഇട്ടിട്ട് ചതച്ചൊരു എന്താണ് ഗ്ലാസ്സിൽ നമ്മൾ തൈര് വെച്ചിട്ടുണ്ട്. പിന്നെ തൊട്ടടുത്ത് പപ്പടം, പഴം, ഇതെല്ലാം ഇലയിലുള്ള എല്ലാ വിഭവങ്ങളും ആയി കഴിഞ്ഞു. ഓക്കെ, പ്രധാനപ്പെട്ട ഒരു സാധനം നമ്മളവിടെ വെച്ചിട്ടില്ല. ഏതാണ്? പായസം. പായസം നിങ്ങൾക്ക് ഏതാ വേണ്ടത്? പാലടയാണോ? പാലടയും പരിപ്പും പോലെ, പാലടയും പരിപ്പും. ഓക്കെ, ശരി. ഇനി എല്ലാ വിഭവങ്ങളും നമ്മൾ ആ ചോറിലേക്ക് ഇട്ടിട്ട്, അതായത് എല്ലാ കറികളും നമ്മൾ ചോറിലേക്ക് ഇട്ട് കുഴച്ച് നല്ല രീതിയിൽ വയറ് നിറച്ചങ്ങ് ഭക്ഷണം കഴിക്കുക. എല്ലാ കറിയും ടേസ്റ്റ് ചെയ്യണം. എല്ലാം കാലിയാക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് അല്ലെ. ഓണസദ്യ എങ്ങനെ കഴിക്കണം? ഒരു നല്ലൊരു കൊതി തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ആ കടുമാങ്ങയൊക്കെ ഒന്ന് തൊട്ട്, കടുമാങ്ങ കുറച്ച് തൈരൊക്കെ ഒഴിച്ച് ആ ഇഞ്ചിപ്പുളിയിലൊക്കെ ഒന്ന് തൊട്ടാ സൂപ്പർ, നല്ല ടേസ്റ്റ് ആണ് അല്ലെ. നന്നായിട്ട് കുഴച്ച് ആ പരിപ്പും സാമ്പാറൊക്കെ കുഴച്ച് തന്നതിന് ശേഷം നമ്മുടെ ഇല ഏകദേശം ഒരു ക്ലീൻ സോൺ ആയിട്ടുണ്ടാവും അല്ലെ. ഇല ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഇനിയാണ് 3 ആൾക്കാരുടെ വരവ് അല്ലെ. പപ്പടം വെച്ചു. പപ്പടം വെച്ചതിന് ശേഷം എന്താണ്, ആ പപ്പടം നമ്മൾ നന്നായിട്ടൊന്ന് നെരിച്ച് പൊടിക്കുന്നു അല്ലെ. പൊടിച്ചതിന് ശേഷം അതിന്റെ ഒപ്പം പഴം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു പഴം, നല്ല രസമാണ് പപ്പടവും പഴം കൂടി കോമ്പിനേഷൻ കേട്ടോ. അതിന്റെ കൂടെ പരിപ്പോ പാലടയോ ഏത് പ്രഥമനാണെങ്കിലും നമുക്ക് ഒഴിക്കാം. നന്നായി കുഴച്ചതിന് ശേഷം ഓരോന്നായിട്ട് വായിലേക്ക് ഒഴിക്കാം. നല്ല രസം സദ്യ കഴിച്ചാൽ അനുഭൂതി കിട്ടും. ഏതെങ്കിലും ഓണസദ്യ എടുത്ത് കഴിച്ചായിരുന്നോ? കഴിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ സ്മാർട്ട് സ്ട്രീമിൽ നമുക്ക് ഓൺലൈൻ ആയിട്ട് ഇങ്ങനെ ഒരു സദ്യ തരാനേ നിങ്ങൾക്ക് പറ്റുള്ളൂ കേട്ടോ. അതിന്റെ സന്തോഷത്തിൽ തന്നതാണ്. ഓക്കെ, നിങ്ങൾ സ്വീകരിച്ചെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, കഴിച്ചത് കഴിക്കാതെ പോലെ തോന്നിയല്ലേ? കഴിച്ചതുപോലെ തോന്നി. നല്ല കാര്യം. യെസ്, അപ്പോ ഓഫ്ലൈൻ ആയിട്ട് നമ്മൾ സ്റ്റുഡൻസിന് ഒരിക്കലൂടെ സെലിബ്രേഷൻ ഇതുവരെ നടത്തിയിട്ടില്ല. കാരണം പലരും പല ഡിസ്ട്രിക്റ്റിലായതുകൊണ്ടും പല പ്ലേസസിലുള്ളവരാണ് അല്ലെ. ഓൺലൈൻ ഫെസിലിറ്റീസ് അനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് ഇങ്ങനെ സെലിബ്രേഷൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പൊ നേരത്തെ സമയം മാക്സിമം ഞങ്ങൾ നേരത്തെ കൊടുക്കാറുണ്ട്. കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടുള്ള എക്സാംസും കാര്യങ്ങളും ഉള്ളപ്പോൾ നേരത്തെ ഡേറ്റ് അറിയിക്കാം. ഇൻഫോം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ ലേറ്റ് ആയി പോയത് കേട്ടോ. യെസ്, അപ്പൊ ഇനിയുള്ള പ്രോഗ്രാംസ് ഒക്കെ കുറച്ചും കൂടി ഭംഗിയായിട്ട് ഡാൻസും ബാക്കി എന്തെങ്കിലും, ഇപ്പൊ എല്ലാം പാട്ടിലായി പോയി നമ്മുടെ അല്ലെ. പാട്ടും കുറച്ച് സ്പീച്ചും തോട്ടൊക്കെ ആയിട്ട് അങ്ങനെ ഒതുങ്ങി പോയി. കുഴപ്പമില്ല. എന്നാലും നിങ്ങളെക്കൊണ്ട് പറ്റാവുന്നത് മാക്സിമം നിങ്ങൾ എഫോർട്ട് എടുത്ത് ചെയ്ത്. റോസ്മേരിക്ക് പ്രത്യേകം ഒരു താങ്ക്സ്. കാരണം ഇതില് ഒരു കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അല്ലെ. റോസ്മേരി ആണോ കോർഡിനേറ്റ് ചെയ്തെല്ലാം? അതെ, നല്ല കാര്യം കേട്ടോ. കോർഡിനേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഒരു ടാലന്റ് ആണ്, ഒരു കപ്പാസിറ്റി ആണ്. അങ്ങനെ എല്ലാവർക്കും പറ്റൂലത്. ഒരാൾ ഇനീഷ്യേറ്റീവ് എടുത്ത് മുന്നെടുത്ത് വരാന്ന് പറയുന്നത് പ്രത്യേക ക്വാളിറ്റി ആണ് കേട്ടോ. ഓക്കെ, പിന്നെ പലരും ഇതിൽ പങ്കെടുക്കാത്തവരുണ്ടെന്ന് അറിയാം. ചിലപ്പോ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. എന്നിരുന്നാൽ പോലും ഇനി വരുന്ന പ്രോഗ്രാംസിൽ പങ്കെടുക്കാൻ ശ്രമിക്കണം കേട്ടോ. യെസ്, അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയൊരു പാട്ട്, പഴയ പാട്ടാണ് കേട്ടോ. കേട്ടോന്നല്ല, പഴയ ഒരു പാട്ട് പാടാം. ഒന്ന് ചിരിക്കാമോ എല്ലാവരും? ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുകയാണ് എല്ലാവരും. ഭയങ്കര സീരിയസ് ആണ്. ശരണ്യ കസേരയിൽ ഇങ്ങനെ ഇരുന്ന് ആടുന്നുണ്ട്, ചിരിക്കുന്നില്ല. ശരണ്യക്ക് ചിരി വരുന്നില്ല. എന്താണ് ശരണ്യ? അതേപോലെ അഞ്ജലിയൊക്കെ എന്തോ കാര്യം കണ്ട പോലെ ഇങ്ങനെ നോക്കിയാണ്. അതേപോലെ അശ്വിനി എന്നാണോ പച്ച ചുരിദാറിട്ട കുട്ടി? അശ്വിനി, അതെ. എന്തോ നിങ്ങൾക്ക് ആദ്യമായിട്ട് കണ്ടതിൽ ഒരു ബുദ്ധിമുട്ടാണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ചിലർക്ക് ചില ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഓക്കെ, തുഷാറമ്മ നല്ല പാട്ടായിരുന്നു കേട്ടോ. ലളിതഗാനം. സ്കൂൾ നഴ്സറി ടീച്ചറാണോ തുഷാറമ്മ?
അംഗനവാടി ടീച്ചർ, അംഗനവാടി. അംഗനവാടി. ഓക്കെ ഓക്കെ. മിസ് തുഷാര മാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മെസ്സേജസ് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഇന്നലെ രാത്രി എന്നെ ഡയറക്റ്റ് ആയിട്ട് വിളിച്ചിട്ട് മോളെ എനിക്കൊരു ലളിതഗാനം പാടിയാ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞ് ഇന്നലെ രാത്രി വിളിച്ചതാണ്. രണ്ടു ദിവസമായിട്ട് മെസ്സേജ് ഒന്നും കാണാഞ്ഞിട്ട് വിളിച്ചതാണ്. നമുക്ക് അങ്ങനെ പാട്ട് പറഞ്ഞ കേൾക്കാൻ പറ്റി. എത്ര വർഷമായി സർവീസില് മാം? 10 വർഷം കൊണ്ട് ഇപ്പൊ സർവീസിലുണ്ട്. ഉണ്ടല്ലേ? ഓക്കെ. ഏതാണ് അംഗനവാടി? ഏതാണ്? ഈ കൊല്ലം ജില്ലയിലെ പിന്നെ കൊട്ടാരക്കരയ്ക്ക് കരിപ്ര പഞ്ചായത്തിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. മോള് 16ാമത്തെ ബാച്ചിൽ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചായിരുന്നു. എന്റെ മോള് ഗോപിക കൃഷ്ണ ടി. ആ മോള് പഠിച്ചോണ്ടിരിക്കുന്ന താല്പര്യം. ഇല്ല മാം, ഞാൻ 16 ഉണ്ടായിരുന്നില്ല. MT16 ബാച്ച് ആയിരിക്കും അല്ലേ? ആ ശരി. ഞാൻ ഈ കോൺവെക്കേഷന് വന്ന് മാമിനെ കണ്ടായിരുന്നല്ലോ. ആണോ? PG ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. PG പഠിച്ച കുട്ടിയാണെങ്കിൽ എനിക്ക് അറിയാൻ പറ്റും. PG അല്ല, പിന്നെ ഈ ഡിപ്ലോമ എടുത്ത. ഞാനിപ്പോ PG ആണ് എടുത്തേക്കുന്നത്. ഓക്കെ ഓക്കെ. ശരി ശരി. ഓക്കെ. കൃഷ്ണഭക്തയാണോ? അതെ അതെ, കൃഷ്ണഭക്തയാണ്. കൃഷ്ണനെ ആരാധിക്കാത്ത ആരാണല്ലോ അല്ലേ? എല്ലാവരും കൃഷ്ണന്റെ ഭക്തരാണ്. കൃഷ്ണന്റെ ഇഷ്ടമാണ്. അതെ അതെ. ഓക്കെ ശരി. ഒരു ചെറിയൊരു പാട്ട് കേട്ടോ, നിങ്ങൾക്ക് വേണ്ടി മാത്രം. ഈ കുറച്ച് പേര് ചിരിക്കാത്തവര് ഇരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിലും ഒന്ന് ചിരിക്കട്ടെ എന്ന് ഓർത്ത് പാടുന്നു തന്നെ കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചില്ലേ? ശരണ്യ, അഞ്ജലി, അശ്വിനി, പിന്നെ ആരാണ്? ഹിമ, സീന, കുറെ പേരോട് മിണ്ടാതിരിക്കുന്നത്. നിഷ, ഷാനവാസ്, സ്നേഹ, ഷനുജ, ശുഭ, സുമി. ഇങ്ങനെ ഒരു കാണാനേ അവസരമുള്ളൂ കേട്ടോ. നിങ്ങൾ ഇനി എല്ലാ ക്ലാസ്സിലും നിങ്ങൾ ക്യാമറ ഓഫ് ചെയ്ത് നിങ്ങൾ അറ്റൻഡ് ചെയ്യും. പ്രവീണ പാട്ട് പാടിയെന്ന് അല്ലേ? പാടി. ഓക്കെ ശരി. നിങ്ങൾ ഇത്രയും ഏത് പിടിച്ചിരിക്കേണ്ട കാര്യമൊന്നും കേട്ടോ. ഇത്ര ഇതായിട്ടൊന്നും ഇരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ നോർമൽ ക്ലാസ് ആണിത്. ഇങ്ങനെ പേടിയൊന്നും വേണ്ട. എന്നെ കണ്ടിട്ട് വല്ല പേടിയാവണ്ട നിങ്ങൾക്ക്? ഞാൻ എന്തെങ്കിലും ചെയ്താ നിങ്ങള്? ഒന്നും ചെയ്തിട്ടില്ല. ശരണ്യ എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? മ്യൂട്ടാണോ? മ്യൂട്ടാണ്. മൈക്ക് മ്യൂട്ടാ. കേക്കുന്നില്ല. എടാ ആളവിടെ നിന്നോട്ടെ, ഒരു പ്രശ്നമില്ല കേട്ടോ. ഓക്കെ. ഹായ് ബിന്ദു. ഹായ്. ഓക്കെ. ഒരു പഴയ പാട്ട് കേട്ടോ. എനിക്കും പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ പാട്ടൊന്നും പഠിച്ചിട്ടില്ല. നമ്മൾ ടീച്ചിങ് പ്രൊഫഷൻ ആയതുകൊണ്ട് നമുക്ക് എല്ലാം ചെയ്യേണ്ടി വരും. ഒരു ടീച്ചർ ആയി കഴിഞ്ഞാൽ എല്ലാ പ്രൊഫഷനും കൈകാര്യം ചെയ്യണം അല്ലെ? അപ്പൊ എല്ലാ ചെറിയ ചെറിയ കഴിവുകൾ എല്ലാവർക്കും ഉണ്ടാവും. നമ്മൾ പോളിഷ് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ കാണാത്ത കേട്ടോ. ഒരു പഴയ പാട്ട് സുഹാസിനിയുടെ അഭിനയിച്ചൊരു പാട്ടാണ് കേട്ടോ. സുഹാസിനി പാടി അഭിനയിച്ചൊരു പാട്ടാണ്. പാടിയിട്ടില്ല, അഭിനയിച്ചത്. പൊന്നുരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു. പൊന്നുരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു. പൊന്നാട തളിരാട കാണിക്കയായി കാണാൻ വന്നു. പൊന്നാട തളിരാട കാണിക്കയായി തന്നു. കൂടെ രാവെല്ലാം ടീച്ചർ സൂപ്പറായിട്ടാ പാടിയേ. അടിപൊളിയായിട്ടുണ്ട്. നല്ല പാട്ട്. സൂപ്പറായിട്ടുണ്ട്. അപ്പൊ ടീച്ചർ പാടും, കള്ളം പറഞ്ഞ പാടില്ലെന്നല്ലേ? ടീച്ചർ നന്നായിട്ട് പാടും. ഇഷ്ടം പാടാറുണ്ട് ക്ലാസ്സുകളിലൊക്കെ. ഇങ്ങനെ പാട്ട് പഠിച്ചത് പാട്ട് ഇഷ്ടപ്പെട്ട് പാടുമ്പോ നമുക്ക് ഉള്ളിൽ നിന്ന് വരും, പാടാൻ പറ്റും. ഇടയ്ക്കൊക്കെ പാടിയിടണേ. നല്ല രസമുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. പഠിച്ചിട്ടില്ലല്ലേ മിസ്സേ? പാട്ടൊന്നും പഠിച്ചിട്ടില്ലടോ. ഇല്ല.
ഒരാൾ ഇവിടെ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ഒരാളുടെ മാത്രം മെസ്സേജ്. പ്രഭ, എല്ലാരും നന്നായി ഒരുങ്ങി വന്നിട്ടുണ്ട്. ഈ പ്രഭ എവിടെ? പ്രഭ എവിടെ? എല്ലാവരെയും എവിടെ നിന്നൊരാള് വിലയിരുത്തിക്കൊണ്ടിരിക്കും. ഇയാളെ എവിടെ ഒന്ന് കാണട്ടെ. ഉണ്ടോ? ഉണ്ടാതിരിക്കുകയാണല്ലേ? എന്ത് പറ്റി? നിങ്ങൾ ഇന്നേ ഓൺ ചെയ്യുള്ളൂ, ഇനി ഓൺ ചെയ്യേയില്ല. ഇനിയിപ്പോ നമ്മൾ കോൺവെക്കേഷനാണ് നിങ്ങളൊന്ന് കാണുന്നത്, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സെഷനും അല്ല നിങ്ങളൊന്ന് കാണണം. ഇപ്പൊ ഇതിൽ കുറച്ചു പേരെ നോക്കാൻ ഞാൻ എന്തായാലും മറക്കില്ല, പേരും മറക്കില്ല. റോസ്മേരി, ശരണ്യ, അശ്വനി, തുഷാര മാം, ഡെയ്സി, പിന്നെ നമ്മുടെ നേരത്തെ നാടൻപാട്ട് പാടിയ 2 കുട്ടികൾ, അത് മറക്കില്ല. അമീൻ എന്ന് പറഞ്ഞ റുക്സാന, എന്താ പേരെന്താണോ? പിന്നെ അതേപോലെ നമ്മുടെ നാടൻ കലകളെ കുറിച്ച് പറഞ്ഞ രേഷ്മ, അഞ്ജു, പിന്നെ ആരാണ്? സുജ, ഇതൊന്നും മറക്കില്ല. നമ്മുടെ അമിയ രാജു, അമിയ എന്താണോ ക്യാമറ ഓൺ ചെയ്യാത്ത? അമിയ എനിക്ക് സുഖമില്ലാത്തോണ്ടാ കിടന്നിട്ടാ കാണുന്നത്. ഞാൻ നിങ്ങളോട് ഒരുങ്ങാൻ പറഞ്ഞത് അത്ര ഇതായിട്ടൊന്നും ഒരുങ്ങാൻ ആരോട് പറഞ്ഞില്ല. നിങ്ങളുടെ ഉള്ള മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ റെഡിയാവാനേ പറഞ്ഞോളൂ. ഇനി ഒരുങ്ങിയില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, നിങ്ങളൊക്കെ അത്രയും സുന്ദരികളാണ് കേട്ടോ. എല്ലാവർക്കും അവരുടേതായ ഒരു സൗന്ദര്യമുണ്ട്. ബാഹ്യ സൗന്ദര്യം ഒന്നുമല്ല, ബാഹ്യ സൗന്ദര്യത്തിലല്ല, ഉള്ളിലുള്ള സൗന്ദര്യത്തിനാണ് ഇമ്പോർട്ടൻസ് കേട്ടോ. ഓക്കെ, ഒരുങ്ങാത്തോണ്ടാണ് പലരും ക്യാമറ ഓൺ ചെയ്യാത്തത്. എനിക്ക് മനസ്സിലായില്ല കേട്ടാ. അയ്യോടാ, അതെ, ഇത് ക്യാമറ ഓൺ ചെയ്തപ്പോ എല്ലാവരും ഇങ്ങനെ ഇരിക്കുമ്പോ എനിക്കൊരു എന്തോ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ്. അങ്ങനെ ഒരു പ്രശ്നമില്ല, അത് നമ്മുടെ ക്ലാസ് ആണ് കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. അപ്പൊ ഇനി ഒരു വർഷം, ഇനി അല്ലെങ്കിൽ 8-9 മാസത്തോളം ഒരുമിച്ച് പോകാനുള്ളവരാണ് നിങ്ങൾ അല്ലെ. അപ്പൊ ആ ഒരു കോപ്പറേഷനോടുകൂടി തന്നെ എല്ലാവരും ഒരുമിച്ച് പോകാൻ ശ്രമിക്കണം. ഒരു വഴക്കോ പ്രശ്നമോ നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടാവരുത് കേട്ടോ. കാരണം എന്താണ് വഴക്കോ പ്രശ്നം ഉണ്ടാവുമെന്ന് ഞാൻ പറയാൻ കാരണം, നമ്മളെല്ലാവരും വ്യത്യസ്ത ബിഹേവിയർ ഉള്ളവരാണ് അല്ലെ. ഈ ബിഹേവിയറിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ വാക്കുകളിലൂടെ പുറത്തോട്ട് വരും. അത് മറ്റുള്ളവർക്ക് പല വേദനയാവും. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ അങ്ങനെ വേണ്ട. നമ്മളെല്ലാവരും നിങ്ങൾ ടീച്ചേഴ്സ് ആവാൻ വേണ്ടി പഠിക്കുന്നവരല്ലേ, ഒരു നല്ലൊരു മോണ്ടിസറി ഫെസിലിറ്റേറ്റർ ആവാൻ വേണ്ടി പഠിക്കുന്നവരാണ്. അപ്പൊ നമുക്ക് കുറച്ച് ബാഡ് ക്വാളിറ്റീസ് ഒക്കെ ഒന്നും വേണ്ട. എപ്പോഴും പോസിറ്റീവ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലെ ക്വാളിറ്റീസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകള്. ഇങ്ങനൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചതിനും അതിന് റോസ്മേരിക്ക് പ്രത്യേക താങ്ക്സ്. പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ഞാൻ ഒരാളെയും കൂടി വിളിച്ചോട്ടെ? ആരെങ്കിലും നിങ്ങൾ ഓണത്തിന് ക്ഷണിച്ചിരുന്നോ? അശ്വതി മാം അല്ലേ? അശ്വതിയാണ്. ഞാൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു മിസ്സിനെ വരാൻ പറഞ്ഞിട്ട്. കേട്ടോ പോലെ. മിക്കൊരു പുറത്താണെന്ന് തോന്നുന്നു. നമുക്ക് എന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കാം. മിസ് വരട്ടെ. അല്ല, തിരുവാവണി പാടിയോന്നോ? എന്ത് തിരുവാവണി രാവ് എന്നുള്ള പാട്ട്? അത് പാടിയായിരുന്നല്ലോ. പാടി. നമ്മുടെ പ്രോഗ്രാമേ പെട്ടെന്ന് കഴിഞ്ഞു പോയി. പടപടായി പോയി. പറ്റണില്ല. പിന്നെ 2-3 പേര് പാടിയില്ലല്ലോ. പാടാൻ വന്നില്ലല്ലോ. റിയ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, പാട്ട് കഴിഞ്ഞു പോയി വന്നപ്പോഴത്തേനും പെട്ടെന്ന് ആയിപ്പോയി. ഇട്ടപ്പോഴത്തേനും ദിവസം കുറെ താഴെയായിരുന്നേ, പക്ഷെ വന്നപ്പോ പടപടാന്ന് പറഞ്ഞ് പറഞ്ഞു പോയി. അതുകൊണ്ട് റിയ മെസ്സേജ് അയച്ച കൊച്ചിനെ വിളിക്കാൻ വേണ്ടി പോണെന്ന് പറഞ്ഞു. ഞാൻ 1 മണിക്കൂർ ഉള്ളതുകൊണ്ടായിരിക്കും അല്ലെ? 2 മണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മള് ടൈം നോക്കിയല്ലോണം. സന്തോഷം. എന്തോ മിസ്സിനെ ക്ഷണിച്ചോന്ന് ചോദിച്ചായിരുന്നു ആതിര മിസ്സേ. അപ്പൊ ഞാൻ പറഞ്ഞു മിസ്സിന്റെ അടുത്ത് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിസ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ല ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടാ മിസ് ഞാൻ ചോദിക്കാൻ പോയപ്പോഴത്തേനും മിസ് ഇങ്ങോട്ട് പറഞ്ഞു ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു മിസ്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, മിസ് വരുമെന്ന് പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു. എല്ലാരും നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. മിസ് നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. അതെ, ഇങ്ങോട്ട് പറഞ്ഞില്ലല്ലോ, അപ്പൊ ഞാൻ അങ്ങോട്ട് പറഞ്ഞു.
ഓൾറെഡി സുന്ദരിയാണല്ലോ, ഇന്ന് ഒന്നുകൂടെ സുന്ദരിയായിട്ടുണ്ട്. അതെ അതെ അടിപൊളിയായിട്ടുണ്ട്. മിസ് ഓണാഘോഷം കഴിഞ്ഞിട്ട് വരുവാണോ? ഓണാഘോഷം ഉണ്ടായിരുന്നു. അതെ, എല്ലാവരുടെ ഓണാഘോഷമാണ്. ഞങ്ങള് കുറച്ച് പരിപാടികളൊക്കെ പ്ലാൻ ചെയ്ത് കുറച്ച് പാട്ടൊക്കെ പാടി കുറച്ച് ഓണത്തിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. മിസ്സിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് മിസ്സിനെ ഞാൻ ക്ഷണിക്കുകയാണ് ഈ പരിപാടിയിലേക്ക്. അപ്പൊ മിസ്സിന്റെ വക നമ്മൾക്ക് ഒരു ഓണം മെസ്സേജോ അങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ സന്തോഷം. ഓണം മെസ്സേജ് എന്ന് പറയാനൊന്നുമില്ല. ഓണം എന്നല്ല, എപ്പോഴും എല്ലായ്പ്പോഴും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. Live each and every moment. ഓക്കെ, ഓരോ നിമിഷവും നമ്മൾ ജീവിക്കണം. നമ്മൾ live എന്ന് പറയാൻ കാരണം അതാ, ജീവിക്കുക. അതും സന്തോഷത്തോടെ ആയിരിക്കണം. ഓരോ മൊമെന്റും എൻജോയ് ചെയ്യാം. ഞാൻ എപ്പോഴും പറഞ്ഞ ഡയലോഗാ, കാരണം ആ ഡയലോഗ് അത്രയും പവർഫുൾ ആണ്. ഈ ഒരു നിമിഷവും നിങ്ങൾ ഒരിക്കലും ഇനി മറക്കില്ല, അല്ലെ? ഓൺലൈൻ ആണ്, നിങ്ങൾ മോണ്ടിസോറി ജോയിൻ ചെയ്തപ്പോഴാണെങ്കിൽ ഇങ്ങനത്തെ ഒരു നിമിഷം നിങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചൊരു കാര്യമേ അല്ല. അല്ല, ഇങ്ങനെ ഓണം സെലിബ്രേറ്റ് ചെയ്യുമെന്നോ, അത് ഓൺലൈൻ ആയതുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യുമോ എന്നൊക്കെ സംശയമാണ്, എല്ലാവരും ഡൗട്ടാണ്. പക്ഷെ പ്രതീക്ഷിക്കാതെ എല്ലാവരും എല്ലാവരും ഒരുമിച്ച് തിരികളായിട്ട് കാണാൻ പറ്റി. നിങ്ങൾക്ക് ആ ഒരു മൊമെന്റ് നിങ്ങൾ നന്നായി എൻജോയ് ചെയ്തു, അല്ലെ? ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായി എന്ന് തോന്നുന്നു, അല്ലെ? പാട്ടൊക്കെ പാടിയിട്ടുണ്ടാകാം. പാട്ടുകളൊക്കെ അത്യാവശ്യം ഉണ്ടായി. മിസ് എന്തെങ്കിലും പാട്ട് പാടുകയാണെങ്കിൽ മിസ്സിന് പാട്ട് പാടാൻ അറിയാമോ? ഞാൻ ചോദിച്ചോട്ടെ. ഇല്ല. മിസ് നേരത്തെ സുജ ചേച്ചി ഒരു പാട്ട് പാടണം, പാട്ട് ഓൾറെഡി പാടിയിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരത്തെ. അപ്പൊ ഒരു പാട്ടും കൂടി പാടാൻ പോയപ്പോ മിസ് ഞങ്ങൾക്ക് എല്ലാവർക്കും സദ്യ വിളമ്പി. അപ്പൊ അതുകൊണ്ടിട്ട് സുജ ചേച്ചിയോട് ഒരു പാട്ട് കേൾക്കാമോ മിസ്സിന്? പാട്ട് പാടിക്കോ മിസ്സിനും കൂടി വേണ്ടി? എന്നോട് തന്നെയാണല്ലോ അല്ലേ സുജ? സൗണ്ട് നല്ല രസമാണ് കേൾക്കാൻ. അതെ പാടാൻ ശ്രമിക്കാട്ടോ. ഇന്ദ്രനീലിമയോലും ഈ മിഴിപ്പൊയ്കകളിൽ ഇന്നലെ നിൻമുഖം നീ നോക്കി നിന്നു. ഇന്ദ്രനീലിമയോലും ഇന്നൊരു ഹൃദയത്തിൻ കുണ്ടലതാഗ്രഹത്തിൽ പൊന്മുളം തണ്ടുമോതി നീരിപ്പോ. അതിൻ പൊരുൾ നിനക്കേതും അറിയില്ലല്ലോ, അതിൻ പൊരുൾ നിനക്കേതും അറിയില്ലല്ലോ. ഇന്ദ്രനീലിമയോലും ഈ മിഴിപ്പൊയ്കകളിൽ ഇന്നലെ നിൻമുഖം നീ നോക്കി നിന്നു. ഇന്ദ്രനീലിമയോലും. താങ്ക് യു. മൊത്തം പാടതില്ല. ആസ്വദിച്ച് വന്നേർന്ന്. ആണോ? താങ്ക് യു മിസ്, താങ്ക് യു. ടീച്ചർ ഒരു പാട്ട് പാടിക്കോ? മിസ് പാട്ട് പാടാൻ പാട്ട് പാടിക്കേ. മിസ് ഇത്രയും നന്നായിട്ടൊന്നും പാടില്ല കേട്ടോ. അതെ, ഒരുപാട് നല്ല ഗായികമാരുണ്ട്, അത്രയൊന്നുമില്ല. ഒരു ചെറിയ പാട്ട് നിങ്ങൾ പറഞ്ഞത് കൊണ്ട് എന്തായാലും ഒരു പാട്ട് പാടാം. പക്ഷെ ഞാൻ ക്യാമറ ഓഫ് ചെയ്യും. ഓക്കെ? അതെന്തിനാ മിസ് ക്യാമറ ഓഫ് ചെയ്യണ്ട? ചമ്മലാണത്, എന്താന്നറിയില്ല, അത് ചമ്മലാണ്. പാട്ട് കേൾക്കാനുള്ളതല്ലേ, കാണാനുള്ളതല്ലോ. കേട്ടാ മതി. ഓക്കെ, വലിയ കാര്യമൊന്നുമില്ലെങ്കിൽ പോലും ചെറുതായിട്ടൊരു പാട്ട് ഞാൻ പ്രതീക്ഷ. ഓക്കെ. തിരുവാണ പോലെ തിരുമൽ കാഴ്ച
തിരുമുറ്റമണിഞ്ഞൊരുക്കി തിരുമേനി എഴുന്നെള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി തിരുമുറ്റമണിഞ്ഞൊരുക്കി തിരുമേനി എഴുന്നെള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. എങ്ങനെയൊക്കെയോ ഒപ്പിച്ചു. സൂപ്പർ ആയിട്ടുണ്ട് മിസ്. അടിപൊളി അടിപൊളി അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ പറയൂ, സ്വാഭാവികം മാത്രം. അല്ലല്ല, സത്യം സത്യം. ഓണായതുകൊണ്ട് ഓണപ്പാട്ട് പാടണ്ടേ, തപ്പി പിടിച്ചത് ഈ ഒരു പാട്ടേ കിട്ടിയുള്ളൂ. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യും. നന്നായി പാടി മിസ്സേ. അപ്പൊ നല്ല ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെ ഫസ്റ്റ് ടൈം ആണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. ഒരിക്കലും മറക്കാത്ത ഒരിക്കലും നമ്മുടെ ലൈഫിലൊക്കെ മറക്കും. നമ്മൾ ഗ്രൂപ്പ് സോങ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മിസ്. നമുക്ക് പരമാവധി പറ്റുന്ന രീതിയിൽ ഒരു ദിവസം കൊണ്ട് എല്ലാവരും പാട്ടൊക്കെ പഠിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തായിരുന്നു. ഇനി ഞാൻ പറഞ്ഞ പോലെ ഓരോ സെലിബ്രേഷനും നിങ്ങൾ പ്ലാൻ ചെയ്യുക, നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുക. ഓക്കെ, നമുക്കൊക്കെ സെറ്റ് ചെയ്യാം. സൂപ്പർ ആയിട്ട് പാടി. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഓക്കെ, അപ്പോ മൈൻഡ് ചെയ്യട്ടെ. ഓക്കെ മിസ്. അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഞാൻ പറയാണ്. വെക്കേഷൻ എല്ലാവരും മീറ്റ് ചെയ്യാം കേട്ടോ. വെക്കേഷൻ കടിച്ചു പിടിക്കുക, എൻജോയ് ചെയ്യാം. ഓക്കെ, വെക്കേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോ ഇനിയിപ്പോ ക്ലാസ് എപ്പോഴായിരിക്കും മിസ്സേ? വെക്കേഷൻ വേണ്ടല്ലോ. വെക്കേഷൻ 31 അല്ലേ? ആ, ഓക്കെ മാം. ഹാപ്പി ഓണം. ഓക്കെ, ഹാപ്പി ഓണം ടു ഓൾ. ഹാപ്പി ഓണം മിസ്. ഹാപ്പി ഓണം ഓൾ. ഹാപ്പി ഓണം മിസ്. ഹാപ്പി ഓണം മിസ്. എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവർക്കും